നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കോൺഗ്രസ് സെക്ഷൻ പ്രസിഡന്റ് പാസ്റ്റർ ജോർജ് കൊച്ചി പാസ്റ്റർ അവர்கள், മുൻ പ്രസിഡന്റ് ഞങ്ങളായിരുന്ന കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റേഴ്സ് കെ ജോയി, മാത്യൂസ് കോശി, പി വീരാജൻ പാസ്റ്റർ, മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ഈ സഭയുടെ പാസ്റ്റർ വരിഷ്മൽ പാസ്റ്റർ കുടുംബം, സഭയിലുള്ള ചർച്ച കമ്മിറ്റിക്കാർ, സെക്ഷനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ഈ വേലയ്ക്ക് സഹായികളായിത്തീർന്നിട്ടുള്ള പല പ്രിയപ്പെട്ടവർ എത്തിയിട്ടുണ്ട്. മറ്റ് സഭകളിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ സഭയുടെ ചരിത്രം നമ്മൾ കേട്ടു. വേല തുടങ്ങിയവരെ, കഷ്ടപ്പെട്ടവരെല്ലാവരും ഇവിടെ ഇല്ലെങ്കിലും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് നമുക്കൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. 1995 ആരംഭിച്ച ഈ വേല ഇത്രത്തോളം ദൈവം വിശാലമാക്കി. ആദ്യം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ദാസൻ ഇപ്പോൾ ഇല്ല എങ്കിലും അദ്ദേഹം കർത്താവിൻ്റെ വേല തുടങ്ങി വയ്ക്കുവാനിടയായി. അതിനുശേഷം 10 വർഷത്തിന് ശേഷം ജോയിക്കുട്ടി പാസ്റ്റർ സ്ഥലത്ത് വന്ന് വസ്തു വാങ്ങിപ്പാനും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ കർത്താവ് അവസരങ്ങൾ ഒരു അംഗീകൃത വേലയായി സ്ഥാപിക്കുവാനായിട്ട് മുഖാന്തരമായി തീർന്നത് കർത്താവിൻ്റെ ദാസൻ്റെ കാലഘട്ടത്തിലാണ്. മുമ്പേ പ്രിയ കർത്താവിൻ്റെ ദാസൻ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ആ കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായി സഹായിച്ച കുടുംബങ്ങളുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 8 വർഷമായിട്ട് വറീസ് പാസ്റ്റർ സ്ഥലത്ത് വന്നു. അദ്ദേഹത്തെ കണ്ടാൽ ഇതുപോലെയുള്ള ഒരു പാസ്റ്റേജ് പണിയാനും മറ്റുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനും ഉള്ള കഴിവുകളൊന്നും അദ്ദേഹം നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടിൽ നിന്ന് വന്നാമെങ്കിലും അദ്ദേഹം ഒരു മനസ്സ് വെച്ച് കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇന്നിവിടെ വരാനിടയായത്. അസംബ്ലീസ് കോഡ് സമൂഹത്തിൻ്റെ ഒരു പ്രതീതി എന്നുള്ളതിൽ ഞാൻ ഓർപ്പിക്കുന്നത്, ഡിസ്ട്രിക്റ്റിൽ നിന്ന് പൈസ കൊടുത്ത് ഒരിടത്തും വസ്തു വാങ്ങിക്കാറില്ല, കെട്ടിടം പണിയാറില്ല. അതാത് പ്രാദേശിക സഭകളിൽ ഉള്ള ദൈവമക്കളും ദൈവദാസന്മാരുടെ ഉത്സാഹത്താലാണ് എവിടെങ്കിലും വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വസ്തു വാങ്ങിച്ചിട്ടുള്ളതും കെട്ടിടം പണിതിട്ടുള്ളതും. അനേക വസ്തുക്കൾ വാങ്ങിച്ചവരും കെട്ടിടം പണിതവരുമായ ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുടെയും പേരുകൾ ഞാൻ വിട്ടുപോകുമെന്നുള്ളത് കൊണ്ട് ആരുടെയും പേരുകൾ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നില്ല. അങ്ങനെ അസംബ്ലീസ് കോഡിൻ്റെ വേലകൾ, വസ്തുക്കൾ വാങ്ങുന്ന കെട്ടിടം പണിയുന്നതും അതാത് സഭകളിലുള്ള ദൈവത്തിൻ്റെ ജനം, ദൈവദാസന്മാരുടെ ഇനിഷ്യേറ്റീവിലാണ്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് 3 വർഷം കഴിഞ്ഞ് മാറാമായിരുന്നു. എങ്കിലും ഈ സ്ഥലത്ത് നിന്ന് റിസ്ക് എടുത്ത് വളരെ ബുദ്ധിമുട്ടിൽ ഞെരുക്കത്തിൽ വളരെ കഷ്ടപ്പെട്ടു ഇത്തരത്തിലൊരു പരിസമാപ്തി കാണാൻ ദൈവത്തിൻ്റെ ദാസന് ദൈവം കൊടുത്ത അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ കുടുംബമായിട്ട് എഴുന്നേറ്റ് നിന്നാണ്. കുടുംബമായിട്ട് ഇപ്പോൾ ഈ സഭയുടെ കമ്മിറ്റിക്കാർ ദയവായിട്ട് മുൻപോട്ട് വന്നാൽ, കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാര്, ഇതിനു മുൻപ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ട്, അവരുടെ സംഭാവനകളുണ്ട്. പാസ്റ്റേജിന്റെ പ്രതിഷ്ഠ ഞാൻ അവിടെ വെച്ച് നടത്തുകയാണ്. അന്നേ സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് ഈ സഭയിലുള്ള ദൈവമക്കൾ എഴുന്നേറ്റ് നിന്നാണ്. പലരും കുറച്ചൊരു പുറത്താണ്. ഈ സഭയുടെ മുൻ പാസ്റ്റർ ജോയിക്കുട്ടി പാസ്റ്ററും ഈ സഭയുടെ ഭാഗം എഴുന്നേറ്റ് നിന്നാണ്. നിങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗം. അസംബ്ലീസ് കോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന് വേണ്ടി ഞാൻ വിശേഷാൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സ്ഥലത്ത് ഈ വസ്തുക്കൾ വാങ്ങുന്നതിനും കെട്ടിടം പണിയുന്നതിനും നിങ്ങൾ കാണിച്ച ശുഷ്കാന്തിക്കും കഠിനാധ്വാനത്തിനും ഞാൻ വിശേഷാൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കരങ്ങൾ അടിച്ചു വരെയൊന്ന് നമുക്ക് അഭിനന്ദിക്കാവുന്നതാണ്. അതുകൊണ്ട് മുമ്പേ വായിച്ചു കേൾപ്പിച്ചതുപോലെ പദവിക്കനുസരിച്ചല്ല, പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം സംഘടനയല്ല നൽകുന്നത്, കർത്താവ് നൽകും. വില കൊടുക്കുന്ന ആരെയും ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. വില കൊടുത്തവരെ ചിലപ്പോൾ വിശ്വാസികൾ മറന്നുപോയേക്കാം, പാസ്റ്റർമാർ മറക്കാം, സംഘടനയുടെ നേതാക്കന്മാർ മറന്നുപോയെന്ന് വരാം. പക്ഷേ വില കൊടുത്തവരുടെ കർത്താവ് നൽകി ധാരാളമായ പ്രതിഫലം തന്ന് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും
ദൈവം മാന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അർപ്പിച്ച് വാക്കുകൾക്ക് ഇപ്പോൾ വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. പാസ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പ്രധാനമായിട്ട് ചില വാക്കുകൾ മാത്രം പറഞ്ഞ്, ഒത്തിരി ആശംസ സന്ദേശമുണ്ട്. എത്ര മിനിറ്റ് വേണമെന്ന് എന്നോട് 1-2 പേര് ചോദിച്ചു. അതുകൊണ്ട് അതിനെ കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഒത്തിരി പ്രസംഗിക്കരുതെന്നുള്ളതാണ്. പാസ്റ്റേജ് ഈ സ്ഥലം പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ ദാസന്മാർക്ക് താമസിച്ച് കർത്താവിന് വേല ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു സാധാരണ വീടല്ല പാസ്റ്റേജ്. ഇത് ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് അറിയാനുള്ള ഒരു സ്ഥലമാണ്. എന്നേക്കാൾ വളരെ സീനിയേഴ്സായ പാസ്റ്റർമാർ ഇവിടെ ഉണ്ട്. പാസ്റ്റേജ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് ശരിക്കും വെളിപ്പെടുന്ന സ്ഥലമാണ് പാസ്റ്റേജ്. അത് പണ്ടുള്ള ഞങ്ങളുടെ ഉപദേശിമാർ നന്നായിട്ടത് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് സപ്പോർട്ടില്ലായിരുന്നു, ആരുടെയും സ്പോൺസറിങ് ഇല്ലായിരുന്നു, യാതൊരു കാര്യങ്ങളുമില്ലാതിരുന്ന അവസരത്തിൽ വിശ്വാസത്തോടെ സ്റ്റെപ്പെടുത്ത് കർത്താവിൻ്റെ വേല ചെയ്യാൻ നേരത്ത് അതാത് ദിവസങ്ങളിലേക്കുള്ള ദൈവിക നന്മകൾ ദൈവത്തിൻ്റെ കരുതലിൽ കണ്ട എല്ലാ ദൈവദാസന്മാരും ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഇന്നും നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരുതൽ കാണാൻ ദൈവം എല്ലാവർക്കും അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ ഈ പാസ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഒരു നിയമനത്തിന്റെ സ്ഥലമാണ് പാസ്റ്റേജ്. പഴയ നിയമത്തിൽ ലേവ്യർക്ക് പ്രത്യേക അവകാശങ്ങളൊക്കെ ജനത്തിൽ ഇടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം അവർക്ക് എന്തായിരുന്നു? അവകാശമായിരുന്നു. ദൈവം അവർക്ക് അവകാശമായിരുന്നു. ആ സമാഗമന കൂടാരത്തോട് ചേർന്ന് അവരെവിടെ പാർക്കണമെന്ന, പട്ടണങ്ങളിൽ പാർക്കണമെന്ന ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥ. സംഖ്യാപുസ്തകം 32-35 ആയത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവരെവിടെ പാർക്കണമെന്ന് ചോദിച്ചാൽ പട്ടണങ്ങളിൽ പാർക്കണമെന്നാണ്. സമാഗമന കൂടാരത്തോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് താമസിക്കാനുള്ള സ്ഥലമാണ് പാസ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? പാസ്റ്റേജ് പലയിടത്തും പാസ്റ്റേജ് പണിയുമ്പം വളരെ ഞെരുക്കമുള്ള പാസ്റ്റേജാണ് പണിയുന്നത്. കാരണം പല കാരണങ്ങളാണ്. എങ്കിലും നല്ല പാസ്റ്റേജ്, വിശ്വാസികളെല്ലാം നല്ല വീടുകളിൽ താമസിക്കുമ്പോഴും പാസ്റ്റർമാർ അത്രയും നല്ല വീടുകളിൽ താമസിക്കേണ്ട എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥ പട്ടണങ്ങളിൽ നല്ല വീടുകളിൽ അഭിഷിക്തന്മാർ താമസിക്കാനാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അവിടേക്ക് ഞാനൊന്നും പ്രത്യേകിച്ച് പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാസ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാധനാലയത്തിൽ പബ്ലിക്കായിട്ട് ആരാധിക്കുമ്പോൾ പാസ്റ്റേജ് എന്ന് പറയുന്നത് രഹസ്യമായി ആരാധിക്കാനുള്ള സ്ഥലമാണ്. രഹസ്യമായിട്ടുള്ള ആരാധന. പാസ്റ്ററും കുടുംബമായി രഹസ്യമായി പാസ്റ്റേജിൽ ആരാധിക്കുന്നെങ്കിൽ ആ ആരാധനയിൽ വ്യാപരിക്കുന്ന തീയ ദൈവസഭയിൽ അത് വെളിപ്പെട്ട് വരുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് പാസ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രൈവറ്റ് വർഷിപ്പ്. രഹസ്യമായി ആരാധിക്കാനുള്ള, യാഗപീഠം പണിയാനുള്ള, തീ കത്താനുള്ള ഒരു സ്ഥലമാണ് പാസ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് മുമ്പേ ഞാൻ ഓർപ്പിച്ചു. അന്ന് എല്ലാവരും ഇല്ലായിരുന്നു. പാസ്റ്റർമാരും അവരുടെ കുടുംബം അറിയാനാണ്. പാസ്റ്റേജ് 1 തീമോഥെയോസ് 5:4 പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തെ 3:4 സ്വന്തം കുടുംബത്തെ നന്നായി പഠിക്കണം. പാസ്റ്റേജ് ഇറ്റ് ഈസ് എ സ്കൂൾ ഓഫ് ഗോഡ്ലി ഫോർമേഷൻ. ഭക്തിയുള്ള ഒരു സമൂഹത്തെ, തലമുറയെ വാർത്തെടുക്കാനുള്ള സ്കൂളാണ് പാസ്റ്റേജ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ദൈവത്തിൻ്റെ ദാസിമാരും ദൈവദാസന്മാരും ഓർത്തിരിക്കേണ്ടത് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സ്ഥലമല്ല, അതൊരു സ്കൂളാണ്. എന്തോ സ്കൂളെന്നറിയാമോ? ഭക്തി എന്താണെന്ന് ശരിക്ക് തെളിയിക്കാനുള്ള ഒരു സ്കൂളാണ് പാസ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.
ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിയായ വിശ്വാസം എന്താണ്, ശരിയായ സ്നേഹം എന്താണ്, ശരിയായ സ്വഭാവം എന്താണെന്ന് വെളിപ്പെട്ടു വരേണ്ടത് പാസനേജിലാണ്. മനസ്സിലായില്ലേ? വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കുന്നത് പാസനേജില്ല. എപ്പോഴും സുഭിക്ഷമായിരിക്കത്തില്ല. ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും പട്ടിണിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടാണ് ഒരാൾ വിശ്വാസത്തിൽ നിൽക്കുമോ എന്ന് അറിയേണ്ട സാഹചര്യങ്ങൾ അല്ലേ. ഇന്ന് കാലം മാറി. പണ്ടത്തെ ഉപദേശിമാര് ലോൺ എടുക്കത്തില്ലായിരുന്നു, കടം വാങ്ങിക്കത്തില്ലായിരുന്നു. ഇന്ന് കാലമൊക്കെ മാറിയിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷേ ഏത് നെടുവീർപ്പിന്റെ കഷ്ടതയുടെ നടുവിലും പാസനേജിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വഴി തുറക്കുന്നത് തലമുറകൾ കണ്ടിട്ടുണ്ട് അല്ലേ. വിശ്വാസം പ്രസംഗിക്കുകയല്ല, വിശ്വാസത്തിന്റെ ചുവടെന്തവാന്ന് തലമുറയ്ക്ക് കൈമാറിയത് പാസനേജിൽ നിന്നാണ്. അതുകൊണ്ട് നല്ല പാസനേജിന്റെ പ്രതിഷ്ഠയിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഇവിടെ തന്നിരിക്കുന്ന പാസനേജ് ഇറ്റ് ഈസ് എ സ്കൂൾ ഓഫ് ഹോളി ഫോർമേഷൻ. നല്ല സ്വഭാവം അല്ലേ. നല്ല സ്വഭാവം തിരിച്ചറിയേണ്ടത് പാസനേജില്ല. സ്വഭാവം വെളിപ്പെടേണ്ടത് ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ സ്വഭാവം വെളിപ്പെടുത്തേണ്ടത് പാസനേജില്ല. അതുകൊണ്ട് ഇതൊരു സാധാരണ സ്ഥലമല്ല, അതിനപ്പുറത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ പോയിന്റുകൾ മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അടുത്തത് ഇത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്ഥലമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്ഥലമാണ്. മനസ്സിലായില്ലേ? പ്രസംഗം എന്താണെന്നറിയാമോ? പുൾപിറ്റിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ പ്രസംഗം ജനിക്കേണ്ടത്, പ്രസംഗം ഉരുവാകേണ്ടത് പുൾപിറ്റിൽ പാസ്റ്റർ നിൽക്കുമ്പോഴല്ല, പാസനേജിലാണ് പ്രസംഗം ഉരുവാകേണ്ടത്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. അഭിഷിക്തന്മാർ, ദൈവത്തിന്റെ ദാസിമാർ ഓർത്തിരിക്കേണ്ട കാര്യം, പ്രസംഗം രൂപം കൊള്ളുന്നത്, പ്രസംഗം ജനിക്കുന്നത് പുൾപിറ്റിലല്ല, പിന്നെയോ അത് പാസനേജിലാണ്. അതുകൊണ്ട് പാസ്റ്റ് വരുമ്പം പ്രസംഗിഞ്ഞ് വരികയല്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന് കൊടുക്കാനുള്ള ദൂതുമായിട്ടാണ് പാസ്റ്റർ വീട്ടിൽ നിന്ന്, പാസനേജിൽ നിന്ന് പുൾപിറ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, പ്രസംഗം ജനിക്കുന്നത് എവിടാന്നറിയാമോ? പാസനേജില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ആ ഉറപ്പ് നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പാസനേജ് ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറണം. എല്ലാ വീടുകളിലും ഒരു പ്രാർത്ഥന ഒരു ശക്തി കേന്ദ്രമായി മാറാനിടയാണ്. അങ്ങനെയാണെങ്കിൽ ആ വീടുകളിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു വീട്ടിനകത്തൊരു വലിയ പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാക്കി ദൈവം മാറ്റാനായിട്ടിടയായി. പാസനേജ് ഈ ദേശത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാനുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ പാസനേജ് മാത്രമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വീടുകൾ അത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പിന്നാലെ ആശംസാ സന്ദേശങ്ങൾ വരുന്നത് കൊണ്ട്, ഒന്ന്, ഇതൊരു സ്കൂളാണ്, ഭക്തി ഉള്ള തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സ്കൂളായി. രണ്ട്, ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി തീരുന്നെങ്കിൽ ആ വീടുകളിൽ ഒരു വലിയ ദൈവശക്തി വെളിപ്പെട്ട് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനിടയായി തീരും. 1-ാം നൂറ്റാണ്ടിൽ വ്യാപരിച്ച അതേ ദൈവ സാന്നിധ്യം, അതേ അത്ഭുതങ്ങൾ ഇന്നും വീടുകളിൽ നടക്കുമെന്ന്, പാസനേജിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പാസനേജികള് ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ട് മാറാനിടയാകണം. കൗൺസിലിംഗ് സെന്റർ വിഷമത്തോടെ പ്രയാസത്തോടെ വരുന്ന ദൈവമക്കൾ, ദേശനിവാസികൾ, പാസ്റ്ററുടെയും ദൈവദാസിയുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അവർ വേറെങ്ങും പോകാത്ത നിലകളിൽ അവരാശ്വാസം പ്രാപിച്ച്, അവരുടെ മുറിവുകൾ കെട്ടത്തക്ക നിലയിൽ, അവർക്ക് ആശ്വാസം പകരത്തക്ക നിലയിൽ നാം വാ തുറക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത
കൃപാവരത്തിന്റെ ജ്വലനം വെളിപ്പെടുന്ന വീടുകളാണെങ്കിൽ എന്തോ പറയുന്നറിയാമോ? വേറെങ്ങും പോകണ്ട, ഈ ദൈവദാസന്റെ വീട്ടിൽ പോയാൽ മതി. മനസ്സിലായില്ലേ? ആ ദൈവദാസന്റെ വീട്ടിൽ ചെന്ന് അല്പം സംസാരിക്കുമ്പോൾ അവൻ കൗൺസിലിംഗ് സെന്ററിൽ പരിഹരിക്കാത്തത്, കുടുംബ കോടതികളിൽ പരിഹരിക്കാത്തത് നമ്മുടെ പാസ്റ്റേജുകളിൽ പരിഹരിക്കപ്പെടാനിടയാകും. ഹല്ലേലൂയ! അത്തരത്തിലുള്ള ഒരു സ്ഥലമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയും അതിനായി ഈ പുതുവർഷത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കൊച്ചു കാര്യം കൂടെ ഞാൻ പറയാൻ പോകും. എല്ലാ ഭാഗവും ഞാൻ വിശദീകരിക്കുന്നു. പാസ്നേജ് ഒരു യുദ്ധക്കളമാണ്, യുദ്ധത്തിന്റെ സ്ഥലമാണ്. യുദ്ധത്തിന്റെ സ്ഥലം. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയുടെ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ കുടുംബത്തെ മാത്രമേ ബാധിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഒരു പാസ്റ്ററുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആ ശുശ്രൂഷയെ മൊത്തം ബാധിക്കും. പാസ്റ്ററുടെ ശുശ്രൂഷയെ ബാധിക്കും, സഭയുടെ അന്തരീക്ഷത്തെ ബാധിക്കും. അതുകൊണ്ട് ശത്രുവിന് ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് പാസ്നേജിൽ കുടുംബത്തിനകത്ത് യുദ്ധം ചെയ്യാൻ ശത്രു ശ്രമിക്കുമ്പോൾ എനിക്കിന്ന് പകൽ ഓർപ്പിക്കാനുള്ളത്, അവിടെ നമ്മൾ ജയിച്ചാൽ നമ്മൾ ശുശ്രൂഷയിൽ ജയിക്കാനിടയാകും. ഒരു സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. പല കുടുംബങ്ങളിലും ശത്രു കയറി കുടുംബത്തെ തകർത്തുന്നത് എന്തിനാണെന്നറിയാമോ? കുടുംബത്തെ സാധാരണ ഒരു കുടുംബത്തെ തകർക്കുന്നത് പോലല്ല, അതിനപ്പുറത്ത് സഭയുടെ അന്തരീക്ഷത്തെയും ദൈവദാസന്മാരുടെ ശുശ്രൂഷയെയും തകർക്കത്തക്ക നിലയിൽ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ പാസ്നേജ് അതിന് അവസരം കൊടുക്കാതെ അത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഭർത്താവിനും ഭാര്യയ്ക്കുമുണ്ടെന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ ഞാൻ പറയേണ്ടിയിരിക്കുക. മറ്റൊരു കാര്യം, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ലെഗസി. ഇതൊരു പാരമ്പര്യത്തിന്റെ സ്ഥലമാണ്, ആത്മീയ മൂല്യത്തിന്റെ കേന്ദ്രമാണ്. ഇത് അടുത്ത തലമുറയ്ക്ക് ചിലത് കൈമാറാൻ കഴിയണം. അടുത്ത തലമുറയ്ക്ക് നല്ല പാസ്നേജിൽ നിന്നാണ് നല്ല ലീഡേഴ്സ് വരുന്നത്. നല്ല പാസ്നേജിൽ നിന്നാണ് നല്ല ശുശ്രൂഷകന്മാർ പുറത്തു വരുന്നത്. നല്ല പാസ്നേജിൽ നിന്നാണ് നല്ല തലമുറ പുറത്തു വരുന്നത്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ! ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പകലത്തെ ഈ സന്ദേശം ഈ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടെ വന്ന എല്ലാ വിശുദ്ധന്മാരോടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകലിത് പ്രസംഗിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രസംഗമായിരിക്കത്തില്ല പ്രതീക്ഷിക്കുന്നത്, എന്നാൽ ആത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് എനിക്ക് ഇത് പറയാനുള്ള നിയോഗമാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ചിലത് കൈമാറാൻ നമ്മുടെ പാസ്നേജിൽ നിന്ന് ചില നല്ല മൂല്യങ്ങൾ ഉണ്ടാകാനിടയാകണം. തീമത്യോസിനോട് ചോദിച്ചാൽ തീമത്യോസ് പറയും, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് സഭയ്ക്കകത്തുനിന്ന് വന്നതല്ല, പാസ്റ്റർമാരിൽ നിന്ന് വന്നതല്ല, പിന്നെയോ എൻ്റെ അമ്മയിൽ നിന്നും വല്യമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയതാ. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, തലമുറയ്ക്ക് കൈമാറാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ അത് തലമുറയ്ക്ക് കൈമാറാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ! ഈ യോഗത്തിൽ വന്ന ഏവരോടും എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നല്ല വീട് തന്നത്, നല്ല ഭവനം തന്നത്, നല്ല കുടുംബജീവിതം തന്നത് അവൻ എന്ത് തലമുറയ്ക്ക് കൈമാറാനാ? ബാങ്ക് ബാലൻസോ ബഹുനില കെട്ടിടങ്ങളോ ആധാരത്തിന്റെ കോപ്പികളൊന്നും കൈമാറാനില്ലെങ്കിലും ആത്മീക മൂല്യങ്ങൾ കൈമാറാൻ കഴിയുന്നെങ്കിൽ, കർത്താവിന്റെ ഒരു താമസിക്കുന്നെങ്കിൽ അടുത്ത നേതാക്കന്മാർ വീടുകളിൽ നിന്ന് പുറത്തു വരും. അടുത്ത മിഷണറിമാർ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തു വരുവാനിടയായിത്തീരും. അത്തരത്തിലുള്ള കുടുംബങ്ങളാക്കി വേണം നമ്മൾ പണിയുവാനായിട്ടിടയായിത്തീരേണ്ടത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളിൽ എത്ര തലമുറകൾ നിങ്ങളിരിക്കുന്ന കസേരയിൽ ഇരിക്കും, നിങ്ങളിരിക്കുന്ന പായലിരിക്കും? നിങ്ങൾക്ക് ശേഷം ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ നിങ്ങളിലെ തലമുറകൾക്ക് എത്ര പേർക്ക് കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വീട് കൊണ്ടും പാസ്നേജ് കൊണ്ടും വലിയ ഗുണമുണ്ട്. ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല. ഒരു കൊച്ചു കാര്യം, അബ്രഹാമിന്റെ വീട്ടിൽ ഇബ്രാഹിം ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്,
ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ശ്രദ്ധിക്കണേ, അപ്പനും മകനും കൊച്ചുമോനും കൂടാരങ്ങളിലാണ് പാർത്തതെങ്കിലും ഒരു വലിയ ദർശനം തലമുറയ്ക്ക് കൈമാറി. അതുകൊണ്ടല്ലേ അബ്രഹാമിനോട് ഫറവോൻ ചോദിക്കുന്നുണ്ട്, യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, വയസ്സെത്രയായി? അപ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പരദേശ പ്രയാണം. ആ പദം ശ്രദ്ധിക്കണേ കേട്ടോ. ഏത് നാട്ടിൽ പോയാലും അവൻ്റെ അകത്തൊരു നല്ല ഉറപ്പുണ്ട്, ഞാനിവിടെ പരദേശിയാണ്. അതെവിടുന്നാ കിട്ടിയെന്നറിയാമോ? വെല്ലിപ്പൻ കൊടുത്തതാ. വെല്ലിപ്പൻ കൊടുത്ത കേട്ടോ. വെല്ലിപ്പൻ ബംഗ്ലാവൊന്നും കൊടുത്തില്ലെങ്കിലും വെല്ലിപ്പനൊരു ദർശനം പങ്കുവയ്ക്കുവാനിടയായി. എന്താണെന്നറിയാമോ? ഇവിടെ ഇതെല്ലാം കാണുന്നത് താൽക്കാലികമാ. കാണാത്ത ഒരു നിത്യഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിത്യതയെക്കുറിച്ച് ദർശനം വയ്ക്കാൻ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൂട്ടുവേലക്കാരെ, നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങൾ ധന്യരാണ്. അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ പാസ്നേജ് തലമുറയ്ക്ക് ചിലത് കൈമാറുന്ന കേന്ദ്രങ്ങളായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസംബ്ലീസ് സമൂഹത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും അടച്ച് തുടർന്നുള്ള സന്ദർഭ മീറ്റിംഗിലേക്ക് പോകുന്നതിന് മുൻപായി വലത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒരു സമർപ്പണത്തിലേക്ക് വന്നാട്ടെ. ഇന്ന് പകൽ ഒരു പാസ്നേജിന്റെ പ്രതിഷ്ഠ ഇവിടെ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ പാസ്നേജുകൾ ഒരു സമർപ്പണത്തിലേക്ക് വന്നാട്ടെ. അതൊരു പ്രാർത്ഥനാ കേന്ദ്രമായി മാറാൻ, അതൊരു ആത്മീക തലമുറകളെ വളർത്തുന്ന ഒരു സ്കൂളാക്കി മാറ്റുവാൻ അടുത്ത തലമുറയ്ക്ക് ചിലത് കൈമാറുവാൻ, വിശ്വാസം കൈമാറുവാൻ, ആരാധന കൈമാറുവാൻ, നിത്യതയെ കുറിച്ചുള്ള ദർശനം കൈമാറുന്ന ഒരു പാസ്നേജാക്കി, ഒരു ഭവനമാക്കി എൻ്റെ കുടുംബത്തെ തീർക്കണമേ എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഈ യോഗത്തിന് വന്നൊരു പ്രോഗ്രാം കൂടിയിട്ട് പോകാനല്ല. ഇന്ന് പകൽ നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. പരിശുദ്ധാത്മാവ് ചില അതിനായിട്ട് ഒരുക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കൈമാറാൻ ചിലത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആരാധന കൈമാറാൻ, പ്രാർത്ഥന കൈമാറാൻ, അതിഥി സൽക്കാരം കൈമാറാൻ, നിത്യതയെ കുറിച്ചുള്ള ദർശനം കൈമാറാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ ചിലത് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മൂത്ത പൈതലിന് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇളയ പൈതലിന് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സമയം ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ അയക്കാൻ പോവുകയാണ്. ദൈവശക്തി നിങ്ങളുടെ മേൽ അയക്കാൻ പോവുകയാണ്. ചിലത് കൈമാറാനുള്ള ഒരു നിയോഗം ദൈവം നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഒരു സാധാരണ പിതാവായി, സാധാരണ മാതാവായിട്ടിരിക്കാനില്ല. അതിനപ്പുറത്തൊരു ശുശ്രൂഷ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള നിയോഗം ദൈവം നിങ്ങളുടെ മേൽ ഈ 5:30 ഈ 6 മണിയായ സമയത്ത് ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുവാനായി പോകുകയാണ്. ഹല്ലേലൂയ.